നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL താരലേലമൊക്കെ കഴിഞ്ഞതോടുകൂടി ഓരോ ടീമിൻ്റെയും സ്ക്വാഡ് അനാലിസിസിലാണ് ആരാധകരുള്ളത്. അതേപോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിൻ്റെ സ്ക്വാഡും മറ്റ് ടീമുകളുടെ സ്ക്വാഡും തമ്മിൽ താരതമ്യം ചെയ്യുന്നതൊക്കെ തുടരുകയാണ്. അതിപ്പോൾ അടുത്ത IPL ആരംഭിക്കുന്നത് വരെ ആ കാര്യങ്ങളൊക്കെ തുടരും. നമ്മളെന്തായാലും ഈ 10 ഫ്രാഞ്ചൈസികളുടെയും സ്ക്വാഡ് വെച്ചിട്ട് ഒരു റേറ്റിംഗ് കൊടുത്ത് നോക്കുകയാണ്. ആർക്കാണ് ഏറ്റവും മികച്ച സ്ക്വാഡ് ഉള്ളത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഓരോ സ്ക്വാഡിനും നമ്മൾ 10 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം 10ൽ 10 കൊടുക്കാവുന്ന ഒരു സ്ക്വാഡുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് GTക്കാണ്. 10ൽ 10 എന്ന് പറയുമ്പോൾ അതിന് കുറേ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അവരുടെ സ്ട്രെങ്ത്, അവർക്കൊരു ഗൺ പേസ് യൂണിറ്റ് ഉണ്ട്. കാഗിസോ റബാദ, പ്രസിദ്ധ് കൃഷ്ണ, ജെറാൾ കോട്സി, മുഹമ്മദ് സിറാജ്, ഇഷാന്ത് ശർമ്മ, അർഷദ് ഖാൻ. സോ മികച്ച പേസ് ബൗളിംഗ് യൂണിറ്റ് ഉണ്ട്. നല്ല സ്പിൻ കോറുമുണ്ട്. റാഷിദ് ഖാൻ, സായ് കിഷോർ, വാഷിംഗ്ടൺ സുന്ദർ, അങ്ങനെ മികച്ച സ്പിൻ കോറുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ ഓപ്പണിംഗ് പെയർ ഇല്ലേ, ശുഭൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു കിടിലൻ തുടക്കമായിരിക്കും അവർക്ക്. നല്ല ഫിനിഷേഴ്സ് ഉണ്ട്. രാഹുൽ തേവാറ്റിയ, ഷാരുഖ് ഖാൻ, ഷെർഫൈൻ റുദർഫോർഡ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ വീക്ക്നെസ് ഒന്നും കാണാത്ത ഒരു സ്ക്വാഡായിട്ടാണ് അവരെ തോന്നുന്നത്. അതുകൊണ്ടാണ് അവർക്ക് 10ൽ 10 നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് 10ൽ 9 കൊടുക്കാവുന്ന ഒരു സ്ക്വാഡ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡ്. മികച്ച സ്ക്വാഡാണ്. പേപ്പറിൽ മികച്ച സ്ക്വാഡാണ് തവണയും മുംബൈ ഇന്ത്യൻസിനുള്ളത്. അവരുടെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ഇന്ത്യൻ കോർ തന്നെയാണ്. ആ ഒരു ബിഗ് ഫൈവ്, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, ഫോർമർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, പിന്നെ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ. ഓ ഓ വല്ലാത്തൊരു ഇന്ത്യൻ കോർ അവർക്കുണ്ട്. അത് തന്നെയാണ് അവരുടെ സ്ക്വാഡിൻ്റെ ശക്തി എല്ലായ്പ്പോഴും. കഴിഞ്ഞ തവണയ്ക്ക് ഇഷാൻ കിഷൻ കൂടി ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല, അദ്ദേഹമില്ല എന്ന് മാത്രം. സ്പിൻ അറ്റാക്ക് നോക്കുക, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. മിച്ചൽ സാൻഡർ, അല്ലാ ഗസൻഫർ, കരൺ ശർമ്മ, ഈ രൂപത്തിൽ മികച്ച സ്പിൻ അറ്റാക്ക് ഇത്തവണ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പേസ് ബൗളിംഗ് എന്നുള്ളത് ഗൺ പേസ് അറ്റാക്കാണ്. ട്രെൻ ബോൾട്ട്, ദീപക് ചാഹർ, റീസ് ടോപ്ലെ, ലിസാർഡ് വില്യംസ്, ഇതൊക്കെ ആരോടൊപ്പമാണ് എറിയാനുള്ളത്? ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ, നായകൻ ഹാർദിക്കും അതുപോലെ തന്നെ ബൗൾ ചെയ്യുമെന്ന കാര്യം കൂടി നോക്കുക. സോ കിടിലൻ ടീം തന്നെ അവർക്കുണ്ട് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ, പേസ് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ എക്സ് ഫാക്ടറായി മാറാവുന്ന തരത്തിൽ വിൽ ജാക്സൺ അവർ കൊണ്ടുവന്നു. നമാന്തിറും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് വെച്ച് കളിച്ചാൽ അവർക്ക് ഗുണകരമായിട്ട് മാറിയേക്കും. സോ ഈ രൂപത്തിലുള്ള ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. ഒരു പക്ഷേ ഹാർദിക് പാണ്ഡ്യക്ക് ഒരു ബാക്കപ്പ് ഉണ്ടോ? അത്തരത്തിലുള്ളൊരു ഓൾറൗണ്ടർ വേറെ അവർക്ക് എടുക്കാനുണ്ടോ? പരിക്കൊക്കെ പറ്റുകയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന് പറ്റിയതൊരു കാര്യം, ഹാർദിക് പാണ്ഡ്യക്ക് പരിക്ക് പറ്റി എന്നുള്ളിടത്ത് ടീമിൻ്റെ ബാലൻസ് പോയതാണ്. അതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഒരു ബാക്കപ്പ് വേണ്ട വിധത്തിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നം അവിടെയുണ്ട്. എങ്കിൽ പോലും അത് ഒഴിവാക്കിയാലും മികച്ച ഒരു സ്ക്വാഡ് തന്നെ അവർക്ക് ഇത്തവണയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളവർക്ക് 10ൽ 9 കൊടുക്കുന്നു. ഇനി അതുപോലെ നമ്മൾ 10ൽ 9 കൊടുക്കുന്ന ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തവണ അവർ നന്നായിട്ട് വർക്ക് ചെയ്ത് ഒരു മിനി ഓസ്ട്രേലിയ എന്ന് പറയുന്ന രൂപത്തിലാണ് ടീമെന്ന് പറയാം. അതിൻ്റെ കാരണം മറ്റാരുമല്ല, റിക്കി പോണ്ടിങ് ആണ്. റിക്കി പോണ്ടിങ് അവരുടെ കോച്ചായിട്ട് വരുമ്പോൾ അതനുസരിച്ച് അദ്ദേഹം ടീമിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റമാണ് അവരുടെ സ്ക്വാഡിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രൂവൺ ക്യാപ്റ്റനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഒരു പക്ഷേ അതായിരിക്കും. ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ വിജയിയായിട്ടുള്ള നായകനാണ്, KKRൻ്റെ നായകനായിരുന്നു. സോ ശ്രേയസ് അയ്യർ ഇത്തവണ അവർക്ക് മുതൽക്കൂട്ടാവും. അതുപോലെ തന്നെ മികച്ച രൂപത്തിലുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി നോക്കുക. പ്രൂവൺ ആൻഡ് വെൽ ടെസ്റ്റഡ് IPL ടാലൻസിന് വേണ്ടി അവർ പണം ചിലവഴിച്ചു. അവരുടെ ഓൾറൗണ്ടേഴ്സ് ഓപ്ഷൻ നോക്കുക. അസ്മത്തുള്ള ഒമർസായി, മാർക്കസ് ടോയിനിസ്, മാർക്കോ യെൻസൺ, ഗ്ലെൻ മാക്സ്വെൽ. എന്തൊരു ഓൾറൗണ്ട് സ്ക്വാഡാണ് നോക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോറും മികച്ചതാണ്. ശ്രേയസ് അയ്യർ, അർഷ്ദീപ് സിംഗ്, ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം T20 വിക്കറ്റുകൾ എടുത്തവരുടെ ലിസ്റ്റിൽ തലപ്പത്തേക്ക് വന്ന അർഷ്ദീപ്. അതുപോലെ IPL ഏറ്റവും അധികം വിക്കറ്റ് എടുത്തവരുടെ തലപ്പത്തുള്ള യശ്വേന്ദ്ര ചാഹൽ. ശശാങ്ക് സിംഗ് പോയ സീസണിലെ പ്രകടനം അദ്ദേഹം നടത്തിയത് എങ്ങനെയാണെന്ന് ഇനി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പിന്നെ വൈശാഖ് വിജയ്കുമാർ, ഇങ്ങനെയുള്ളൊരു സോളിഡ് ഇന്ത്യൻ കോറുണ്ട്. പിന്നെ എക്സൈറ്റിംഗ് ടാലൻസ് പ്രിയാൻഷ് ആര്യ, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയാൻഷ് ആര്യയുടെ 6 സിറ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ
യങ് ടാലൻ്റ് ആയിട്ടുള്ള മുഷീർ ഖാൻ ഉണ്ട്, പ്രഭ്സിമ്രാൻ സിംഗ് ഉണ്ട്. സോ മികച്ച ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. ഒരു പ്രോബ്ലം വീക്ക്നെസ് എന്ന് പറയാനുള്ളത് ഒരു പക്ഷേ ഹെവി റിലയൻസ് ഓൺ ഓസ്ട്രേലിയൻ ഓവർസീസ് പ്ലേയേഴ്സ് എന്നുള്ളതാണ്. ഏതായാലും മികച്ച സ്ക്വാഡുണ്ട്. നമ്മളവർക്ക് 10-9 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അടുത്തത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന് നമ്മൾ കൊടുക്കുന്നത് 10-8.5 ആണ്. മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇത്തവണ അവർക്ക് എടുക്കാനുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. KL രാഹുലിനോടൊപ്പം ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഓപ്പൺ ചെയ്യും. മക്കാർക്കിൻ്റെ വെടിക്കെട്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. സോ അവരുടെ ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ്സ്, മികച്ച ക്യാപ്റ്റൻസി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. KL രാഹുൽ, അക്സർ പട്ടേൽ അവിടെയുണ്ട്. വേണ്ടി വന്ന ഫാഫ് ഡു പ്ലസിയെയും അവർക്ക് ആ തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നത്. പക്ഷേ KL രാഹുൽ തന്നെ നായകനായേക്കും എന്നാണ് കരുതുന്നത്. പിന്നെ ഓവർസീസ് ഗ്രൂപ്പ് നോക്കുക. ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക്, മിച്ചൽ സ്റ്റാർക്ക്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഫാഫ് ഡു പ്ലസി, ഹാരി ബ്രൂക്ക്, ദുഷ്മന്ത ചമീഴ, ഡൊണോവൻ ഫെറീറ. എന്തൊരു ഓവർസീസ് സ്ക്വാഡാണെന്ന് നോക്കിയേ. ദെൻ ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ട് ഫാഫ് ഡു പ്ലസി ഒരു പക്ഷേ പ്ലേയിങ് ലെവലിൽ ഇല്ലെങ്കിൽ ബാക്കപ്പായിട്ട് ഫാഫ് ഡു പ്ലസി, ചമീര, മോഹിത് ശർമ്മ, സമീർ റിസ്വി, കരുൺ നായർ, ഇവരൊക്കെ ബാക്കപ്പ് ബൈസാണ്. ആ രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ സോളിഡ് ഇന്ത്യൻ ബൗളിംഗ് ഗ്രൂപ്പുണ്ട്. ടി നടരാജൻ, മുകേഷ് കുമാർ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ. കഴിഞ്ഞ തവണ അവരുടെ പേസ് ബൗളിങ്ങിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക രൂപത്തിലാണ് ഇത്തവണ ടി നടരാജനെ അടക്കമുള്ളവരെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ എക്സൈറ്റിംഗ് യങ് ടാലൻസ് ഉണ്ട് സ്പിൻ ബൗളിങ്ങിൽ. വിപ്രാജ് നിഗം. സോ മികച്ച ഒരു സ്ക്വാഡ് തന്നെ അവർക്കുണ്ട്. നമ്മളവർക്ക് 10-8.5 കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് നമ്മൾ കൊടുക്കുന്നത് 7.5 റേറ്റിംഗ് ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ അവരൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഗുഡ് ലുക്കിംഗ് കോർ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വിരാട് കോഹ്ലി ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അദ്ദേഹം അവരുടെ നായകനായേക്കും ഇത്തവണ വീണ്ടും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പിന്നെ ഫിൽ സാൽട്ടും കിങ് കോഹ്ലിയും തമ്മിലുള്ള ഓപ്പണിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതോടൊപ്പം രജത് പട്ടീദാർ, ജേക്കബ് ബെയ്ത്തൽ, മികച്ച ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. പവർ പാക്ക്ഡ് മിഡിൽ ഓർഡർ ഉണ്ട്. ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ. എക്സ്പീരിയൻസ്ഡ് ബൗളിംഗ് ലീഡേഴ്സ് ഉണ്ട്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്. പിന്നെ യങ് ടാലൻസ് ആയിട്ട് റാസിക് ദാർ, യാഷ് ദയാൽ തുടങ്ങിയവരുണ്ട്. സോ ഒരു പക്ഷേ അവരുടെ സ്പിൻ ബൗളിങ്ങിലായിരിക്കും ഒരല്പം വീക്ക്നെസ് ഉള്ളത്. സുയാഷ് ശർമ്മയും സ്വപ്നിൽ സിംഗുമാണ് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബൗളിംഗ് ഗ്രൂപ്പിന് ലാക്ക് ഓഫ് ബാക്കപ്പ് ഓപ്ഷൻസ് എന്നുള്ളൊരു പ്രോബ്ലവും ഉണ്ട്. എന്തായാലും നമ്മളവർക്ക് കൊടുക്കുന്നത് 10-7.5 റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ 10 നമ്മൾ 7.5 കൊടുക്കുന്ന മറ്റൊരു ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ. ഏതാണ്ട് അവരുടെ കഴിഞ്ഞ തവണത്തെ കോർ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 6 താരങ്ങൾ അവർ റീറ്റെയിൻ ചെയ്തു. കൂടാതെ 6 താരങ്ങൾ അവർ ലേലത്തിലൂടെ തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രോങ് കോർ ഗ്രൂപ്പിനെ അവർ റീറ്റെയിൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവരുടെ സ്പിൻ ബൗളിംഗ് നോക്കുക, വളരെ കിടിലാണ്. വരുൺ ചക്രവർത്തി, സുനിൽ നാരായൺ, മയങ്ക് മാർക്കണ്ടെ. ഓൾറൗണ്ട് ഓപ്ഷൻസ് ആണെങ്കിൽ പ്ലെൻറ്റിയാണ്. ആൻഡ്രെ റസൽ, സുനിൽ നാരായൺ, രമൺദീപ് സിംഗ്, റോമൻ പവൽ, മൊയിൻ അലി. പിന്നെ ഈ IPL ഒരു സ്റ്റീൽ ബൈസ് എന്ന് പറയാവുന്ന രൂപത്തിൽ അംഗ്രീഷ് രഘുവൻഷി, ക്വിൻ്റൻ ഡി കോക്ക്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുണ്ടോ? ഉണ്ട്. അജിങ്ക്യ രഹാനെ, മനീഷ് പാണ്ഡെ. നല്ല രൂപത്തിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ക്യാപ്റ്റൻസി ഓപ്ഷൻ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശ്രേയസ് അയ്യരെ അവർ ഒഴിവാക്കിയല്ലോ. ഇത്തവണ ആര് ക്യാപ്റ്റൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അജിങ്ക്യ രഹാനെ ആവുമോ? അതല്ല, അജിങ്ക്യ രഹാനെ ആണെങ്കിൽ എന്താണെന്ന് പ്രശ്നമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ അവരുടെ ഈ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് എന്ന രൂപത്തിൽ കളിക്കുന്ന ബാറ്റിങ്ങിന് അനുയോജ്യമായതായിരിക്കില്ല. അപ്പോൾ പിന്നെ വെങ്കടേഷ് അയ്യരെ വലിയ തുക കൊടുത്ത് വീണ്ടും എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നായകനാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇന്ത്യൻ പേസ് ബൗളേഴ്സ്, ഇപ്പോൾ ഉമ്രാൻ മാലിക്കിനെ എടുത്തു എന്നത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് മികച്ചൊരു ഇന്ത്യൻ പേസ് ബൗളേഴ്സ് എന്നുള്ളത് അവർക്കില്ല എന്ന് പറയേണ്ടി വരും. സോ നമ്മളവർക്ക് കൊടുക്കുന്നത് 10-7.5 റേറ്റിംഗ് ആണ്. അടുത്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ സ്ക്വാഡിന് എത്ര റേറ്റിംഗ് കൊടുക്കാമെന്നുള്ളതാണ്. 10-7 നമ്മൾ SRHൻ്റെ സ്ക്വാഡിന് കൊടുക്കുന്നത്. വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ടോപ്പ് ഓർഡർ അവർക്കുണ്ട്. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ. അതുപോലെ തന്നെ ഗൺ മിഡിൽ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിക് ക്ലാസൻ, അഭിനവ് മനോഹർ.
പിന്നെ സ്പിൻ പവർ രാഹുൽ ചാഹർ, ആദം സാംബ എന്നിവർ വരുമ്പോൾ സ്പിൻ പവർ കൂടിയിട്ടുണ്ട്. ബാക്കപ്പ് പേസ് ബൗളേഴ്സായിട്ട് സിമർജീത് സിംഗ്, അതുപോലെ ജയദേവ് ഉനഡ്കഡ്, മുഹമ്മദ് ഷാമി, ഹർഷൽ പട്ടേൽ തുടങ്ങിയവരൊക്കെ ഉണ്ട്. സോ മികച്ച രൂപത്തിലുള്ളൊരു സ്ക്വാഡ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അവർ പ്രൂവൺ സീമേഴ്സിനെ നഷ്ടപ്പെടുത്തി, ടി നടരാജനെയും ഭുവനേശ്വർ കുമാറിനെയും ഒക്കെ. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിനും ലോവർ മിഡിൽ ഓർഡറിനും ഒരു ലാക്ക് ഓഫ് ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് 10ൽ 7 റേറ്റിംഗ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്കോഡ് നോക്കാം. അവർക്കും നമ്മൾ കൊടുക്കുന്നു 10ൽ 7 റേറ്റിംഗ് ആണ്. CSK അവർ സ്ട്രോങ് കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ, MSD, രുദ്രാജ് ഗെയ്ക്വാദ് അങ്ങനെയൊക്കെയുള്ളവരുടെ പ്രധാന താരങ്ങൾ, മതീഷ പദ്രാന അടക്കമുള്ളവരെ അവർ നിലനിർത്തുകയുണ്ടായി. അവരുടെ സ്പിൻ അറ്റാക്ക് ഇത്തവണ കൂടുതൽ കരുത്തുറ്റതാക്കി. ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിന് അനുകൂലമായ രൂപത്തിൽ നൂർ അഹമ്മദ്, അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവർ ചേരുമ്പോൾ ചെപ്പോക്കിൽ വന്ന് അവരെ അടിച്ചിട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. CSK തീർച്ചയായിട്ടും കുറച്ച് എക്സൈറ്റിംഗ് യങ് ടാലൻസിനെ കൂടി എത്തിച്ചിട്ടുണ്ട്. അൻഷുൽ കമ്പോജ്, അതുപോലെ ഗുർജപ്നീത് സിംഗ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. രാമകൃഷ്ണ ഘോഷ്, ആന്ധ്ര സിദ്ധാർത്ഥ്, ഇങ്ങനെയുള്ള എക്സൈറ്റിംഗ് യങ് ടാലൻസിനെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ റിലയബിൾ ആയിട്ടുള്ള ന്യൂ ഇന്ത്യൻ ഫേസുകൾ, അതായത് വിജയ് ശങ്കർ, പിന്നെ രാഹുൽ ത്രിപാഠി, ദീപക് ഹൂഡ, ശ്രേയസ് ഗോപാൽ, ഇങ്ങനെ റിലയബിൾ ആയിട്ടുള്ള ചില ആളുകൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ രജിൻ രവീന്ദ്ര, ഡെവൻ കോൺവോയ്, അങ്ങനെയുള്ള പോയ സീസണിൽ അവരുടെ പ്രധാന താരങ്ങൾ വീണ്ടും അവരുടെ സ്ക്വാഡിലുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ മോശമില്ലാത്ത സ്ക്വാഡുണ്ട്. അതേസമയം അവരുടെ ഒരു പ്രോബ്ലം, MSDയെ ത്രൂ ഔട്ട് അവരങ്ങനെ ഫിനിഷറായിട്ട് കൊണ്ടുപോകാനാണോ പരിപാടി, അദ്ദേഹത്തിനൊരു ബാക്കപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ, ഒരു ഫിനിഷർ റോളിൽ ഒരു ബാക്കപ്പ് ഉണ്ടെന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ വരുന്നുമുണ്ട്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് 10ൽ 7 ആണ്. അടുത്തതായിട്ട് നമ്മൾ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡ്. രാജസ്ഥാൻ റോയൽസിന് നമ്മൾ കൊടുക്കുന്നത് 10ൽ 6 ആണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്ട്രോങ് ആ കോർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസണും ഷിംറോൺ ഹാറ്റ്മയറും യശസ്വി ജയ്സ്വാളും ധ്രുവ് ജുറലും ഒക്കെ അടങ്ങുന്ന ആ സ്ട്രോങ്, റിയാൻ പരാഗും ഒക്കെ അടങ്ങുന്ന സ്ട്രോങ് കോർ അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എക്സ്പ്ലോസീവ് ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡർ ബാറ്റർമാരും അവർക്കുണ്ട്. ഇപ്പോൾ സഞ്ജുവും യശസ്വി ജയ്സ്വാളും ചേർന്നിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. മധ്യനിരയിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബാറ്റർമാരെ, ഇപ്പോൾ ഹെറ്റ്മയർ ആണെങ്കിലും റിയാൻ പരാഗ് ആണെങ്കിലും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർസീസ് സ്പിന്നേഴ്സിനെയാണ് അവർ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പോകുന്നത്. ഹസരംഗ, അങ്ങനെയൊക്കെയുള്ള മഹീഷ് തീക്ഷാന ഒക്കെയാണ്. പിന്നെ പേസ് ബൗളിങ്ങിൽ അവർ ട്രെന്റ് ബോൾട്ടിനെ കൈവിട്ടിട്ട് പകരം കൊണ്ടുവന്നത് ജോഫ്രെ ആർച്ചറുടെ ടാലൻറ്റിൽ സംശയമില്ല, പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങളുടെ ആളാണ്. ഹസരംഗയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുള്ള ആളാണ്, ഇഞ്ചുറി പ്രോണാണ് എന്നർത്ഥം. പിന്നെ പേസ് ബൗളിങ്ങിൽ ഒരു ഇന്ത്യൻ ബിഗ് നെയിം ഉണ്ടോ? ഇല്ല, അതൊരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സന്ദീപ് അവിടെ ഉണ്ട്, ശരിയാണ്, പക്ഷെ അങ്ങനെയല്ല. സന്ദീപിൻ്റെ കാര്യം മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ അൺക്യാപ്ഡ് കാറ്റഗറിയിലാണല്ലോ നിലവിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ബാക്കപ്പ് ഫോർ ഫിനിഷേഴ്സ് എന്നുള്ളതാണ്. എന്തായാലും 10ൽ 6 ആണ് അവർക്ക് നൽകുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ലക്നൗ സൂപ്പർ ജയൻസിനെയാണ് നോക്കുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സ്കോഡിന് 10ൽ 5.5 റേറ്റിംഗ് ആണ് നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. പന്തിന് വേണ്ടിയിട്ട് 10-27 കോടി അവരങ്ങ് വാരി വീശി. പന്തും നിക്കോളാസ് പൂരനും സെയിം 11ൽ, അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് മിഡിൽ ഓർഡർ മിച്ചൽ മാർഷ്, ഡേവിഡ് മില്ലർ ഒക്കെ ഉണ്ട്. സ്ട്രോങ് ഇന്ത്യൻ ബൗളിംഗ് കോറുമുണ്ട്. പക്ഷേ ചോദ്യം, ആരാണ് അവരുടെ ഓപ്പണിംഗ് പെയർ? പ്രൂവൺ ഓപ്പണിംഗ് പെയർ ഉണ്ടോ? ഇല്ല. അതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എഡൻ മർക്രം ഓപ്പൺ ചെയ്യേണ്ടി വരുമോ? എഡൻ മർക്രമും അതുപോലെ പന്തും ചേർന്ന് ഓപ്പൺ ചെയ്യുമോ? അതല്ല ഇനിയിപ്പോൾ ബ്രീഡ്സ്കെയും എഡൻ മർക്രമും ആയിരിക്കുമോ ഓപ്പൺ? അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓവർസീസ് ബൗളർ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10ൽ നമ്മൾ 5.5 റേറ്റിംഗ് ആണ് അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.